ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ കഴിഞ്ഞോട്ടെ. ഇന്ന് ഗോതമ്പൂട്ടും പപ്പടവും പഴമൊക്കെ ആയിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇന്നലത്തെ മരച്ചീനിയുടെ ഒരെണ്ണം ബാക്കിയുണ്ടായിരുന്നേ. അത് തോരൻ വെക്കാമെന്ന് വെച്ച് അതിനെ ചെറുതായിട്ടൊക്കെ അരിഞ്ഞ് അടുപ്പത്ത് വെച്ചു. തിളച്ചപ്പോൾ തന്നെ വാർത്തൊക്കെ എടുത്തു. അതിൽ ഉപ്പിട്ട് വേണം വാർത്തെടുക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഉഴുന്ന് മൂത്ത് വന്നപ്പോൾ കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ച മരച്ചീനി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒന്ന് ഇളക്കി വെച്ചു. അതിനുശേഷം അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്ത് അരപ്പിൽ തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, വെളുത്തുള്ളി ഇതൊക്കെയാണ് ചേർത്ത് ക്രഷ് ചെയ്തെടുത്ത് അതും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചു. അതിനുശേഷം ഇളക്കാനായിട്ട് അടപ്പ് ഓർത്തപ്പോഴാണ് എൻ്റെ മക്കളെ പണി പറ്റിയത്. മരച്ചീനി നന്നായിട്ടങ്ങ് വെന്തു പോയിരുന്നേ. പിന്നെ കുഴപ്പമില്ല, ഞാനും മോളും മാത്രമേ ഉള്ളൂ, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ പെട്ടെന്നൊരു പുളിശ്ശേരി ഉണ്ടാക്കി. അവൾക്കാണെങ്കിൽ പുളിശ്ശേരി ഉണ്ടെങ്കിൽ പിന്നെ അത് മാത്രം മതി കേട്ടോ. തൈരൊക്കെ ഒഴിച്ച് അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കും കേട്ടോ. പുളിശ്ശേരിയിൽ പുളിയും മധുരവും ഉപ്പും എല്ലാം ബാലൻസ് ചെയ്ത് നിൽക്കും. അടുക്കളയിൽ ഞാൻ കൂടുതൽ പാത്രം ആക്കി ഇടാറില്ല കേട്ടോ. ഞാൻ അപ്പോഴെപ്പോഴും കഴുകി വയ്ക്കുവേ. അപ്പോൾ അതും കൂടെ കഴുകി വെച്ചതിന് ശേഷം പിന്നെ മീൻ വറുക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് മുന്നേ പുളിശ്ശേരിയിൽ കടുകൊക്കെ ഒന്ന് വറുത്തിടണം. അതിനായിട്ട് പെട്ടെന്ന് തന്നെ കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് തന്നെ മീനും വറുക്കാനിട്ടു. മീൻ വറുത്ത് അത് ഒന്ന് ഇളക്കി മറിച്ചൊക്കെ ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് അപ്പുറത്ത് മാമി വിളിക്കുന്നു. നല്ല തേനൂറുന്ന വരിക്കച്ചക്ക, പഴുത്ത വരിക്കച്ചക്കയായിട്ടാണ് എന്നെ വിളിച്ചത്. അതിൻ്റെ മണം അടിച്ചപ്പോൾ തന്നെ എനിക്ക് പിന്നെ നിൽക്കാൻ പറ്റാതായി. ഞാൻ പെട്ടെന്ന് തന്നെ അത് മുറിച്ച് അതിൽ നിന്ന് ഒരെണ്ണം കഴിച്ചു നോക്കി. എൻ്റെ അമ്മ എന്തോരു മധുരം! ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മധുരമുള്ള ചക്ക കഴിക്കുന്നത്. അങ്ങനെ 1-2 കഴിച്ചിട്ട് പിന്നെ അതെല്ലാം അങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് അടുക്കളയൊക്കെ പെട്ടെന്ന് തന്നെ അപ്പോഴത്തേക്കും ഊണ് കഴിക്കാനുള്ള സമയമായി കേട്ടോ. അടുക്കള ക്ലീൻ ചെയ്യാതെ പിന്നെ ഊണ് കഴിക്കുന്നത് എങ്ങനെ? അങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഊണ് കഴിക്കാനായിട്ട് ഞാനും മോളുമായിട്ട് ഒരുമിച്ചിരുന്ന് ഊണ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. മറ്റു വിശേഷമായി വീണ്ടും വരാം. ബൈ ബൈ.